അമേരിക്കയും ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയായിരുന്നു. യുദ്ധം നടക്കുന്ന ദിവസങ്ങളിൽ തന്നെ ഖമേനി കൊല്ലപ്പെടുകയും നിലവിൽ പിതാവിന്റെ മരണത്തിന് ശേഷം ചുമതലയേറ്റ മുജ്തഫ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ആശയവിനിമയം നടത്താനുള്ള കഴിവ് പരിമിതമാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ ഏത് സമയത്തും കൊല ചെയ്യപ്പെടാം എന്നതുകൊണ്ട് തന്നെ രഹസ്യ കേന്ദ്രത്തിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത്. മുഖത്ത് പൊള്ളലേറ്റും കാലിന് പരിക്കേറ്റും അവശ നിലയിലായ അദ്ദേഹം അതീവ സുരക്ഷാ വലയത്തിലാണ്. ആക്രമണത്തിന് ശേഷം മുജ്തഫ ഖമേനി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ പിന്തുടരുമെന്ന ഒരു ഭയം കൊണ്ട് റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാരും ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് ഒഴിവാക്കിയിരിക്കുകയാണ്. സന്ദർശകരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഒളിത്താവളം കണ്ടെത്താൻ ശത്രുക്കൾക്ക് സാധിക്കുമെന്ന ഒരു ആശങ്കയാണ് ഈ കടുത്ത നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ ഒരു പ്രധാന കാരണം. വ്യോമാക്രമണത്തിൽ മുജ്തഫ ഖമേനിയുടെ മുഖത്തിനും ചുണ്ടിനും കടുത്ത പൊള്ളലേറ്റിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം കോമയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് സംസാരിക്കാൻ അദ്ദേഹം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ്. പ്ലാസ്റ്റിക് സർജറിക്ക് പുറമെ പരിക്കേറ്റ കാലിൽ 3 ശസ്ത്രക്രിയകൾ കഴിഞ്ഞതായും കൃത്രിമ കാല് കടിപ്പിക്കാനുള്ള കാത്തിരിപ്പിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കൈക്കും ശസ്ത്രക്രിയ വേണ്ടി വന്നുവെങ്കിലും ഇതിന്റെ പ്രവർത്തനം സാവധാനം മെച്ചപ്പെടുന്നുണ്ട്. ശാരീരികമായി തളർന്നുവെങ്കിലും മുജ്തഫ ഖമേനിയുടെ മാനസികാരോഗ്യം തൃപ്തികരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ഭരണകാര്യങ്ങളിൽ സജീവമാണെന്നും ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. തന്റെ അവശത ലോകം അറിയാതിരിക്കാൻ വീഡിയോ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവിടുന്നതിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുകയാണ്. ദൗർബല്യം പ്രകടിപ്പിക്കുന്നത് ഭരണകൂടത്തിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുമെന്ന ഭയമാണ് ഇതിന് പിന്നിൽ. ആശയവിനിമയത്തിനായി വിചിത്രവും എന്നാൽ സുരക്ഷിതവുമായ ഒരു മാർഗമാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായി തന്നെ ഒഴിവാക്കിക്കൊണ്ട് കത്തുകൾ വഴിയാണ് സന്ദേശങ്ങൾ ഇപ്പോൾ കൈമാറുന്നത്. ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചാൽ അത് ശത്രുക്കൾ ട്രാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നതുകൊണ്ടാണ് കത്തുകളിലേക്ക് മാറിയത്. സീൽ ചെയ്ത കവറുകൾ വിശ്വസ്തരായ പ്രത്യേക ദൂതന്മാർ വഴി രഹസ്യപാതകളിലൂടെയാണ് ഖമേനിയുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. മോട്ടോർ സൈക്കിളുകളിലും കാറുകളിലുമായി സഞ്ചരിക്കുന്ന ഈ കണ്ണികൾ വഴിയാണ് ഭരണപരമായ തീരുമാനങ്ങൾ പുറത്തെത്തുന്നത്. ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയായ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ, ആരോഗ്യമന്ത്രി എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് മുസ്തഫയുടെ ചികിത്സ നടക്കുന്നത്. ഭരണകൂടം ഇത്രയേറെ രഹസ്യാത്മക പുലർത്തുന്നത് ഇറാന്റെ നേതൃത്വ നിരയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു സൂചനയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നേതാവ് ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിനാണ് ഭരണത്തിന്റെ പൂർണ്ണ ചുമതല. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഈ സമിതിയുടെ പ്രധാന ഒരു മുഖമാണ്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതും ഇദ്ദേഹമാണ്. റവല്യൂഷണറി ഗാർഡിലെ മുൻ ജനറൽ കൂടിയായ ഖാലിബഫ് ഭരണകൂടത്തിലും സൈന്യത്തിലും വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. അതിനിടെ ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ചതിനെ തുടർന്ന് ആഗോള എണ്ണ വിപണി കടുത്ത പ്രതിസന്ധിയിലാണ്.